നമസ്തേ. രത്നശാസ്ത്രയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ നമ്മോടൊപ്പമുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജെമോളജിസ്റ്റ്. വെൽക്കം ടു ഷോ. നമസ്കാരം. നമസ്തേ. നമ്മൾ പറഞ്ഞു വന്നിരുന്ന ഒരു കാര്യം, മുമ്പുള്ള എപ്പിസോഡിലൊക്കെ നമ്മൾ ലഗ്നത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. എനിക്ക് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് സൈൻ ഓഫ് ലിയോ, സിംഹലഗ്നത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൻ്റെ ഒരു ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഒരു ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ചർച്ച ചെയ്തത്. അവരൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഒക്കെ ഉണ്ടാകും അല്ലെങ്കിൽ എടുക്കുന്ന റിലേഷൻ. ഇപ്പോൾ സാറ് ഈ എക്സ്പോഷർ എന്ന് പറഞ്ഞ് ഇവർക്ക് കൂടുതലും വരാൻ സാധ്യതയുള്ള ഒരു ജോലി മേഖലകൾ അല്ലെങ്കിൽ കരിയർ എന്നൊക്കെ പറയുന്നത് സാർ പറഞ്ഞു, ഇവർ ഒരു ഗവൺമെൻറ് സെക്ടറിലൊക്കെ കണക്ട് ചെയ്യുന്നത്. ഗവൺമെൻറ് സെക്ടറിലും അവർ വർക്ക് ചെയ്യുന്നു, ബിസിനസ്സിൽ കൂടുതൽ ഉണ്ടാവും. കാരണം അവർ വർക്ക് ചെയ്യാൻ, ആരുടെയും കീഴിൽ വർക്ക് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നില്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഈഗോയിസ്റ്റിക് പ്ലാനറ്റും കൂടെയാണത്. അപ്പോൾ അതിന് ഇൻഫ്ലുവൻസ് വന്നു കഴിഞ്ഞാൽ ആരുടെ മുന്നിൽ തലകുലിക്കാൻ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് ആലോചിച്ച് ടാർഗറ്റ് ചെയ്ത് അടിക്കും. സിംഹത്തിൻ്റെ അതേ രീതി തന്നെ ആയിരിക്കും. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആയിരിക്കും. അവർ സ്കൂൾ ലീഡറൊക്കെ ആയിരിക്കും. ഈ ലഗ്നക്കാർ കുട്ടികളിൽ വരുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് എങ്ങനെയാണ് പ്രതിഫലിക്കാന്നുള്ളത് അതൊക്കെ നമ്മളത് അവരുടെ ചാർട്ടുമൊക്കെ ചെക്ക് ചെയ്ത് അവരെ നല്ല അതിൽ തന്നെ NCC അങ്ങനെയുള്ളതിലൊക്കെ കൊണ്ടുവന്ന് അവർ ചെയ്താൽ അവർക്ക് അവരുടെ ഗവൺമെൻറ് സെക്ടറിലൊക്കെ നല്ല പൊസിഷനിലേക്ക് പോകാൻ, IAS പോലെ ഉള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യാൻ പറ്റും. അവർക്ക് നല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ആ കുട്ടികൾ കാണും. പൊതുവെ ഇവർ ഹെൽത്തി ആയിരിക്കും. ആ ഹെൽത്തും എനർജിയും എല്ലാം അടങ്ങുന്ന പ്ലാനറ്റാണ് സ്വാധീനം ചെയ്യുന്നതെങ്കിൽ അപ്പോൾ അതിൻ്റെ മേഖലകളൊക്കെ ഇതേപോലത്തെ മേഖലകളായിരിക്കും. എനർജി ശരിക്കും യൂട്ടിലൈസ് ചെയ്യാവുന്ന ഒരു മേഖലയായിരിക്കും. സൂര്യൻ നല്ല ഒരു എനർജറ്റിക്കായിട്ട് നിൽക്കുന്ന ആൾക്കാർ ചെറിയൊരു ജോലിയിൽ നിന്ന് അവർ ഒതുങ്ങി നിൽക്കത്തില്ല. അവർ പല മേഖലകളിൽ അവർ കൈവെക്കും. അവർക്കതിനുള്ള എനർജിയുണ്ട്. ഇനി ചൊവ്വയും സൂര്യനും കൂടെയാണ് കൂടുതലായിട്ട് നിൽക്കുന്നതെങ്കിൽ അതിന് പിന്നെ അതിൻ്റെ അപ്പം ഡബിളിങ് ആയിരിക്കും. അത് ഡബിളിങ് ആയിരിക്കും. അവരുടെ ഓവർ എനർജിയും അവരുടെ ആ ഒരു ഡിറ്റർമിനേഷനും ഒക്കെ മറ്റുള്ളവർക്ക് താങ്ങാൻ പറ്റത്തില്ല. അങ്ങനെയുള്ളവർ ഓട്ടോമാറ്റിക്കലി അവർ ഒരു ലീഡർഷിപ്പിലേക്ക് വരിക ചെയ്യുന്നത്. ഒരു ഹൈ പൊസിഷനിലേക്ക് നിന്ന് പ്രസംഗിക്കാൻ നല്ല ശബ്ദം ഉണ്ടാവും അവർക്ക്. എവിടെയെങ്കിലും 10 പേര് കൂടുന്നിടത്ത് സംസാരിക്കാനൊക്കെ ഉള്ള കഴിവുണ്ടാവും. അപ്പോൾ അങ്ങനെ അതുകൊണ്ടാണ് അപ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി വന്നു. ഇതൊക്കെ എല്ലാം കണക്റ്റഡ് ആയത്, ഇന്റർ കണക്റ്റഡ് ആയത്. സാർ പറഞ്ഞാൽ കുട്ടികളിലാണെങ്കിൽ പോലും ആ ഒരു ക്വാളിറ്റീസ് അവരവിടെ ആ ഒരു ടൈമിൽ കാണിക്കുക. ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ സാറ് പറഞ്ഞ പോലെ ഒരു സ്കൂൾ ലീഡറായിരിക്കും. അവള് പഠിത്തം ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഭയങ്കര പഠിക്കുക കേട്ടോ സ്കൂളിൽ എന്ന് പറയാറില്ലേ. എന്ന് വെച്ചാൽ ഓവറോളായിട്ട് നിൽക്കും ആള്. എല്ലാത്തിനും മുമ്പിൽ ചാടി ഒരു ഹൈപ്പർനെസ് കാണും അവർക്ക്. വെച്ചാൽ അവർക്ക് വെറുതെ നിൽക്കാൻ, അല്ല ഫുട്ബോൾ എന്തെങ്കിലും സ്പോർട്സ് ആക്ടിവിറ്റീസിലും മാർഷ്യൽ ആർട്സിലും ഒക്കെ അവർ ചെന്നപ്പെടും. മനസ്സിലായില്ലേ. പിന്നെ സൂര്യൻ എന്ന് പറഞ്ഞാൽ ഫാദറാണ്, പിതൃകാരകൻ കൂടെയാണ് സൂര്യൻ. ആത്മകാരകനും പിതൃകാരകൻ, അച്ഛൻ. അപ്പം ചിങ്ങ രാശി അല്ലെങ്കിൽ ചിങ്ങ ലഗ്നത്തിൽ നിന്നാലും രാശിയും ലഗ്നവും രണ്ടും രണ്ടാണ്. അപ്പോൾ ചിങ്ങ ലഗ്നമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ലഗ്നത്തിൽ തന്നെ സൂര്യൻ നിൽക്കുകയൊക്കെ ചെയ്താൽ ടിപ്പിക്കൽ ഫാദറായിരിക്കും. ഫാദർലി ഫിഗർ, ലുക്ക് വൈസ്, ക്യാരക്ടർ വൈസിൽ അച്ഛനെ പോലെ ഇരിക്കും. അച്ഛനായിരിക്കും. ലഗ്നത്തിൽ തന്നെ സൂര്യൻ നിന്നാൽ ഈ ആൾക്ക് അച്ഛനായിരിക്കും. അച്ഛൻ റോൾ മോഡൽ തന്നെ. അച്ഛൻ്റെതായിട്ടുള്ള ആ എല്ലാ ക്വാളിറ്റീസും അല്ലെങ്കിൽ ആ ഒരു ഫിഗർ വൈസ് വരെ ആൾക്കുണ്ടാവും. അപ്പോൾ സൂര്യൻ പിതാവായതുകൊണ്ട് ഇപ്പം നമ്മൾ സൂര്യൻ ആ ലഗ്നാധിപൻ തന്നെ, ചിങ്ങലഗ്നത്തിൻ്റെ അധിപൻ തന്നെ 9th ഹൗസിൽ പുള്ളിയുടെ ഉച്ചരാശിയിൽ പോയി നിൽക്കുക. സൂര്യൻ മേടമാസം ജനിച്ചിരിക്കുന്നു, ചിങ്ങ ലഗ്നമാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. അച്ഛനും മോനും ഒക്കെ ഭയങ്കര ബോണ്ടിങ് ആയിരിക്കും. അങ്ങനെയുള്ള അച്ഛനും മകനും തമ്മിൽ ബിസിനസ്സിനൊക്കെ ഭയങ്കര ടോപ്പ് ലെവലിൽ പോകും. അപ്പം ആരുമായിട്ടും നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ ഇത് മാച്ചിങ് ആണോ എന്ന് നോക്കണം. ഇപ്പം അച്ഛനും മകനുമായിട്ട് വളരെ സ്നേഹമായിരിക്കാം,
അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ ബിസിനസ്സിൽ വരാൻ പറ്റുമെന്നുള്ളത് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. അത് എത്രത്തോളം നമുക്ക് രണ്ടുപേരും യോജിച്ചു അതാണത്. അപ്പോൾ ആ ലഗ്നത്തിൽ ഒരുപാട് സവിശേഷതകളുണ്ട്. അപ്പോൾ സൂര്യൻ്റെ കാണുന്ന പോലെ തന്നെ കാണപ്പെട്ട ദൈവം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അത് തന്നെയായിരിക്കും ആ മനുഷ്യൻ്റെ, അതായത് വെട്ടം, പ്രകാശം, ലൈറ്റ്, അത് മറ്റുള്ളവർക്കൂടെ പകർന്നു കൊടുക്കും അത്. അപ്പോൾ അങ്ങനെയായിരിക്കും അവരുടെ ജീവിതം അത് തന്നെയായിരിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേക ക്വാളിറ്റീസ് കാണും, അവരൊന്ന് ഗൈഡ് ചെയ്യും, എന്തെങ്കിലും ആർക്കെങ്കിലും ഒരു പ്രോബ്ലം വന്ന് അവരെ ഹെൽപ്പ് ചെയ്യും. അതൊക്കെയുള്ള ഒരു കഴിവും ശേഷിയും ഉള്ള ഒരു 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 ഹൗസാണിത്, സൈനാണിത്. അത് അറിഞ്ഞ് തന്നെയാണ് അതിന് ആ പേര് കൊടുത്തിരിക്കുന്നത്, സൈൻ ഓഫ് ലിയോ. എല്ലാ 12 ഹൗസസും അതേപോലെ തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പല ഇപ്പോൾ സ്റ്റോൺസിനും പലതിനും പേര് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷ് നെയിംസൊക്കെ എത്രയോ, മൂൺസ് ഡേ മൺഡേ, സൺസ് ഡേ സൺഡേ, എത്ര കൃത്യമായിട്ട് ചെയ്ത് എത്ര കാലം മുമ്പാണ് ഇത് ചെയ്തിരിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ആ കാൽക്കുലേഷൻസാണ് അതെല്ലാത്തിനകത്തുള്ളത്. അപ്പോൾ അതിനകത്ത് വേറൊന്നും ആലോചിക്കാനില്ല. ഒരു ജനറലി നോക്കിയാൽ ഒരു സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു സൈനാണ് ലിയോ എന്ന് പറയുന്നത്. അതായത് ആ സൂര്യൻ്റെ ആ ഒരു ക്വാളിറ്റീസും ഒക്കെ ഈ ഒരു വ്യക്തികളിൽ ഒരു പ്രഭാവം ഉണ്ടാവും. ഇപ്പം നമ്മൾ പറയുന്നു ഈ സിംഹലഗ്നക്കാർ അല്ലെങ്കിൽ ഈ ലഗ്നക്കാർക്ക്, സൈൻ ഓഫ് ലിയോക്കാർക്ക് എപ്പോഴും ഒരേപോലെ ആയിരിക്കും അവർ. അതായത് ഒരേ ലെവലിൽ എപ്പോഴും ജീവിതത്തിൽ ഫുൾ ടൈം ഇവരിങ്ങനെ ഉയർന്നു തന്നെ നിൽക്കുമോ? അങ്ങനെയില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. അത് അതാണ് പറഞ്ഞ ഓരോ വ്യക്തികളുടെ ചാർട്ട്. ഇപ്പോൾ സിംഹലഗ്നക്കാർക്ക് പൊതുവെ അവർക്ക് ഒരു കരുത്തുള്ളവരായിരിക്കും, ഒരു കായിക ബലമുള്ളവരായിരിക്കും. എന്നാൽ അതില്ലാത്ത സിംഹലഗ്നക്കാരുണ്ട്. കായിക ബലം തീരും. ഞാനൊരു ചാർട്ട് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ആ ചാർട്ട് അതിനകത്ത് ഇയറില്ല, ഒന്നുമില്ല കേട്ടോ, അതൊന്നും ഞാൻ പറയുന്നില്ല. ചിങ്ങലഗ്നമാണ് ഫസ്റ്റ് ഹൗസ്, ചിങ്ങലഗ്നം. 6th ഹൗസ് എന്ന് പറയുന്ന ഹൗസ് ഉണ്ടല്ലോ, എന്തൊക്കെയാണ് 6th ഹൗസ് വരുമ്പോൾ അതിനകത്ത് രോഗം, അസുഖങ്ങൾ, ബാധ്യതകൾ, ബർഡൻസ് ഒക്കെ. മെയിൻലി അത് രോഗാവസ്ഥയെ കൂടെ കാണിക്കുന്ന ഒരു ഹൗസാണ് ഈ ചിങ്ങലഗ്നക്കാരൻ്റെ 6th ഹൗസ് തന്നെ 3, 2, 5, 6 ഗ്രഹങ്ങൾ നിൽക്കുന്നത്. 5 ഗ്രഹങ്ങളും ഒരു ഷാഡോ ഗ്രഹവും നിൽപ്പുണ്ട്, ഛായാഗ്രഹവും നിൽപ്പുണ്ട്, കേതു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയും പേര് ആ 6th ഹൗസിലാണ് നിൽക്കുന്നത്. ചിങ്ങലഗ്നമാണ്. ഈ സൂര്യൻ തന്നെ 6th ഹൗസിൽ പോയി. ലഗ്നാധിപൻ സൂര്യൻ 6ാം രോഗസ്ഥാനത്ത് പോയി. അപ്പോൾ എന്താ വരുന്നത് വെച്ചാൽ പൊതുവേ ഇയാൾക്ക് ഹെൽത്ത് കുറവായിരിക്കും. അപ്പോൾ ചിങ്ങലഗ്നം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. പിന്നെ ഇവിടെ വ്യാഴം നിൽക്കുന്നു, വ്യാഴവും നീചത്തിലാണ് നിൽക്കുന്നത്. ഈ സൂര്യൻ്റെ കൂടെ തന്നെ വ്യാഴം നിൽപ്പുണ്ട്, പക്ഷെ അത് നീചപ്പെട്ടു പോയി. വ്യാഴം ഇവിടെ പുള്ളിയെ സംബന്ധിച്ചിടത്തോളം മനസ്സ്, കുട്ടികൾ ഒക്കെ തരേണ്ട ആ പ്ലാനറ്റ് വ്യാഴമാണ്, അവിടെയും പോയി. കുട്ടികൾ കുറവായിരിക്കും, പേരിനൊരാൾ കാണും ചിലപ്പോൾ. അതും ഈ നീചപ്പെട്ട് നിൽക്കുന്ന കാരണം അത്ര നല്ലതല്ലത്. പിന്നെ ഇതിനകത്തൊരു ഗുണമെന്ന് വെച്ചാൽ ചെറിയ ഒരു നീചഭംഗം വന്നിട്ടുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ശനി വന്നിട്ടുണ്ട്, ശനിയുടെ ഓൺ ക്ഷേത്രത്തിൽ നിൽക്കുന്ന. ചൊവ്വ എക്സോൾട്ടഡ് ആണ്. അപ്പോൾ കുറച്ച് പ്ലസ് പോയിന്റ്സ് ഇതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നു ആ ഒരു വിവരങ്ങളിലേക്ക് നമുക്കൊരു ബ്രേക്കിന് ശേഷം തിരികെ വരാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്ര. നമ്മൾ പറഞ്ഞത് സിംഹലഗ്നമാണെങ്കിൽ ആരോഗ്യം ഉണ്ടായിരിക്കണമെന്നില്ല, ആരോഗ്യമില്ലാത്ത സിംഹക്കാരുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് കൊളസ്ട്രോൾ, ട്രൈഗ്ലിസൈഡ്, ഫാറ്റി ലിവർ ഒക്കെ വെച്ച് കെട്ടാണ്, കൂടപ്പുറപ്പാണ് ഉണ്ട്. ഇത് നമ്മുടെ ഒരു ക്ലയൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ വർഷവും പേരും ഒന്നും പറയാം. മനസ്സിലായി. അപ്പോൾ ഇതിനകത്ത് ഇദ്ദേഹത്തിന് ഇഷ്ടംപോലെ മരുന്ന് കഴിക്കുന്നുണ്ട് ആൾ. ബ്രീത്തിങ് ട്രബിൾ ഉണ്ട്, ഷുഗർ പോലത്തെ സംഗതികളെല്ലാം ഇദ്ദേഹത്തിനുണ്ട്. അപ്പോൾ കാരണം രോഗസ്ഥാനത്താണ് ഗ്രഹങ്ങൾ കൂടുതൽ നിൽക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ കിടപ്പായി പോകുന്നൊന്നുമില്ല. എന്നാലും അൺഹെൽത്തിനെസ് എപ്പോഴും ഉണ്ടാവും. ഈ 5th ഹൗസ് നമ്മുടെ മൈൻഡും കൂടെ ആയതുകൊണ്ട്, മനസ്സും കൂടെ ആയതുകൊണ്ട് മനസ്സിനും എപ്പോഴും ഒരു ചാഞ്ചാട്ടം ഉണ്ടാവും. ഈ കുട്ടികളെയൊക്കെ കുറച്ച് അവറീസ് ആയിരിക്കും ഇങ്ങനെ നിൽക്കുന്നത്. വ്യാഴം സന്താന സ്ഥാനം കൂടെയാണ്, മനസ്സിലായില്ലേ? പക്ഷെ കർമ്മരംഗം എന്ന് പറയുന്ന പുള്ളിക്ക് മൂണിൻ്റെ 10th ഹൗസിലാണ് ഈ ഗ്രഹങ്ങളെല്ലാം നിൽക്കുന്നത്. അപ്പം കർമ്മരംഗമൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഇത്രയും ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്ന പ്രവജ്യ എന്ന് പറഞ്ഞൊരു യോഗ എന്ന് പറയും. പ്രവജ്യ യോഗ അത്ര വന്നിട്ടില്ല ഇതിനകത്ത്. എന്നാൽ ഇത്രയും ഗ്രഹങ്ങൾ നിൽക്കുമ്പോൾ അതൊരു ചെറിയൊരു സന്യാസി യോഗമാണ്. പക്ഷേ മെയിൻലി ആ സന്യാസി യോഗം വരണമെങ്കിൽ അത് 10th ഹൗസിൽ വരണം. 10ാമത്തെ കർമ്മം കൊണ്ട് സന്യാസിയായിട്ട് മാറാം നമ്മൾ. ഈ പ്രവജ്യായോഗം വരുന്നത് ഈ 10th ഹൗസിലാണെങ്കിൽ 10th ഹൗസിൻ്റെ ആളും, അതിപ്പോൾ 10th ഹൗസിൻ്റെ ശനിയാന്ന് വിചാരിക്കുക. 10th ഹൗസിൻ്റെ ആൾ ആ പുള്ളി അവിടെ നിൽക്കണം. ബാക്കി ഗ്രഹങ്ങളെല്ലാം ഇതിനകത്ത് വന്ന് പെടണം. അപ്പോൾ നമ്മൾ 5-6 ഗ്രഹങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നത് പ്രവചിയാന്ന് മൊത്തത്തിൽ പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ അതിനൊരു നേച്ചർ കാണിക്കും. അത് അതിൻ്റെ കുറച്ച് സ്വഭാവങ്ങൾ എന്തായാലും ഇവിടെ ഉണ്ടാവും. അപ്പോൾ ഈ 6th ഹൗസിൽ വന്ന് നമുക്ക് അസുഖങ്ങൾ മറ്റ് പ്രശ്നങ്ങളൊക്കെ വരുമ്പോഴും നമ്മളും ഒറ്റപ്പെട്ട പോലെ നമുക്ക് തന്നെ ഒരു തോന്നൽ വരും. അതാണല്ലോ നമ്മുടെ ഈ യോഗം എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ അപ്പം നമ്മൾ ഇപ്പോൾ ഈ ചാർട്ട് എടുക്കാൻ കാരണം വെച്ചാൽ ചിങ്ങലഗ്നക്കാർക്കെല്ലാം ഒരേപോലെ ആയിരിക്കുമോ? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വ്യാഴദശാകാലം ഇദ്ദേഹത്തിന് അത്ര നല്ലതല്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ തമ്മിൽ കാണുന്നു, പരിചയപ്പെടുന്നുമൊക്കെ. വ്യാഴദശാകാലം മോശമായിരുന്നു. അന്നേരം പുള്ളി മൾട്ടിപ്പിൾ ടൈംസ് പുള്ളി ഹോസ്പിറ്റലിൽ കയറി. ജോണ്ടീസ് തന്നെ 2 പ്രാവശ്യം. മഞ്ഞപ്പിത്തം വരുന്നത്, ഫാറ്റി ലിവർ വരുന്നത് എല്ലാം വ്യാഴത്തിൻ്റെ റോങ് എഫക്റ്റാണ്. അത് വ്യാഴദശകാലമായപ്പോൾ അത് മൂർച്ഛിച്ചു. ഇപ്പം ആ പീരീഡ് ഒന്ന് മാറിയപ്പം അല്പം കുഴപ്പമില്ലാതെ പോകുന്നു. അതായത് നമ്മളിപ്പം സിംഹലഗ്നം ആണെങ്കിലും ആൾക്കും ഇതൊക്കെ ബാധകമാണ്. ഇതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ സിംഹലഗ്നമാണെന്ന് വെച്ചിട്ട് റൂബി മേടിച്ചിടുകയൊന്നും ചെയ്യരുതെന്ന്. ഇദ്ദേഹത്തിന് ആ കാര്യം കൂടെ പറഞ്ഞേക്കാം. ഇദ്ദേഹത്തിന് റൂബി അല്ല ഞാൻ കൊടുത്തിരിക്കുന്നത്. അതായത് സിംഹലഗ്നക്കാരനാണ്, അതിൻ്റെ ഓണർഷിപ്പ് സൂര്യനാണ്. സൂര്യൻ്റെ രത്നം കൊടുത്തിട്ടില്ല. അത് മാണിക്യമാണല്ലോ, റൂബിയാണല്ലോ. അതിൻ്റെ ഉപരത്നം കൊടുത്തിട്ടുണ്ട്. ലഗ്നത്തിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ലഗ്നാധിപൻ എവിടെ നിന്നാലും കുഴപ്പമില്ല എന്ന് പറയുമെങ്കിലും 6th ഹൗസിലൊക്കെ നിൽക്കുന്ന ലഗ്നാധിപൻ്റെ കല്ല് കൊടുക്കാതിരിക്കുക തന്നെ നല്ലത്. അയറിന് സെമി കൊടുക്കാം, ഒരു ചെറിയൊരു ബാക്കപ്പ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അപ്പം നമ്മൾ ചിങ്ങലഗ്നത്തിന് റൂബി എന്ന് ഒരു കൺസെപ്റ്റ് പറയാൻ പറ്റുമോ? ഇല്ല. ചിങ്ങത്തിൻ്റെ സ്റ്റോൺ, ചിങ്ങലഗ്നത്തിൻ്റെ സ്റ്റോൺ എന്താണെന്ന് വെച്ചാൽ റൂബിയ. അത് ഈ ചിങ്ങലഗ്നക്കാരന് ചേരുമോ? ഇല്ല, ചേരുന്നില്ല. കാരണം ആളുടെ സൂര്യൻ 6th ഹൗസിൽ പോയി നീചാവസ്ഥയിലാണ്. നീചത്തിലല്ല, 6th ഹൗസ് ഉള്ള നീചാവസ്ഥയല്ല, 6th ഹൗസാണ്. നീചപ്പെട്ട് നിൽക്കുന്ന അവിടെ വ്യാഴമാണ്. പിന്നെ ചൊവ്വ ശനി കൺജക്ഷൻ ഉണ്ട് ചാർട്ടിൽ, അതും 6th ഹൗസിലാണ് നിൽക്കുന്നത്. മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വലയം ചെയ്ത് നിർത്തിയിരിക്കുക. എന്തെങ്കിലും പ്രോബ്ലംസ് എപ്പോഴും ആൾക്കിങ്ങനെ വന്നും പോയി നിൽക്കും. വ്യാഴം അവിടെ നീചപ്പെട്ട് പോയതുകൊണ്ട് വ്യാഴത്തിന്റെ രത്നവും അല്ലെങ്കിൽ സ്റ്റോണും ഉപയോഗിക്കാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. അപ്പോൾ ഈ വ്യക്തി ഞാൻ ചിഹ്ന ലഗ്നമാണ്, എൻ്റെ വ്യാഴത്തിന്റെ ദശാകാലമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ദശാകാലത്ത് പോയി ഒരു എല്ലോസ് അഫെയറും കൂടെ ഒക്കെ വാങ്ങി ഉപയോഗിച്ചാൽ എനിക്ക് തോന്നി ഈ ആളുടെ ഒരു രോഗാവസ്ഥയൊക്കെ കൂടുതൽ. ഇദ്ദേഹത്തിന് ഞാൻ ഈ 6th ഹൗസിൽ നിൽക്കുന്ന ഗ്രഹമായിട്ടുള്ള ചൊവ്വയും അവിടെ നിൽപ്പുണ്ട്. ചൊവ്വയുടെ കല്ല് ഞാൻ കൊടുത്തിട്ടുണ്ട്. കാരണം ചൊവ്വയുടെ കല്ലിന് ഒരു ഹെൽത്ത് തരാനുള്ള കഴിവുണ്ട്. ഇദ്ദേഹം മേടക്കൂറെന്ന് പറയുന്ന മേടത്തിൻ്റെ ആൾ ആരാ? ചൊവ്വയാണല്ലോ. മേടക്കൂറുകാരൻ്റെ 10ാമത്തെ, അതായത് ചിങ്ങം മുതൽ മേടം മുതൽ ഇങ്ങോട്ട് എണ്ണിയ 10ാമത്തെ ഹൗസ് എന്ന് പറയുന്നത് മകരമാണ്. അതിലാണ് ഈ ലഗ്നാൽ 6th ഹൗസ് എന്നും പറയുന്നത് ഇതിനകത്ത് ചാർട്ടിൽ. ലഗ്നാൽ 6ാമത്തെ ഹൗസും ചന്ദ്രാൽ 10ാമത്തെ ഹൗസുമാണ്. അപ്പോൾ ചന്ദ്രന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ചന്ദ്രൻ്റെ 10th ഹൗസിൽ ചൊവ്വ ഉച്ചത്തിൽ നിൽക്കുന്നു. ആ ചൊവ്വ നമുക്ക് അപ്പോൾ ആ കൂറ് മേടക്കൂറുമാണ്. മേടക്കൂറെന്ന് പറയുമ്പോൾ അത് ചൊവ്വയുടെ കൂറുമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചൊവ്വയുടെ കല്ല് കൊടുത്തിരിക്കുന്നു. അത് പുള്ളിക്ക് സ്യൂട്ടബിളാണ്.
കുറച്ച് ആരോഗ്യം പുള്ളിക്ക് കൊടുക്കും, കുറച്ചും കൂടെ മനസ്സിനൊരു ധൈര്യവും ഒക്കെ കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആണ് നമുക്ക് സ്റ്റോൺ കൊടുക്കാൻ പറ്റുള്ളൂ. അല്ല ജനറലി എന്താ ലഗ്നം ഞാൻ ചിങ്ങ ലഗ്നം ശരി റൂബി വാങ്ങിച്ചിട്ടുള്ളൂ ഇതല്ല, അങ്ങനെ പറയാൻ പാടില്ല. എനിക്കൊന്ന് സാറോടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ റൂബിയുടെ ഈ മാണിക്യത്തിൻ്റെ ഉപരത്നമായിട്ടുള്ള ഗാർനറ്റിനെ കുറിച്ച് സാറ് പറയുകയുണ്ടായി. എനിക്കൊന്ന് ആ ഒരു ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്കൊരു ബ്രേക്കിന് ശേഷം പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. വെൽക്കം ബാക്ക് ടു രത്നശാസ്ത്രം. നമ്മൾ പറഞ്ഞു വന്നിരുന്ന കാര്യം ചിങ്ങ ലഗ്നക്കാരനാണ്, പക്ഷേ റൂബി കൊടുത്തിട്ടില്ല. ആളുടെ ഹെൽത്ത് വൈസ് ആള് കുറച്ച് വീക്കായിട്ടുള്ള ഒരു ചാർട്ടിനെ കുറിച്ചാണ് സാർ പറഞ്ഞത്. കാരണം 6th ഹൗസ് എന്ന് പറയുന്ന രോഗ അവസ്ഥ നൽകുന്ന ഹൗസിലാണ് ഗ്രഹങ്ങൾ കൂടുതൽ നിൽക്കുന്നത്. അതിൽ വ്യാഴം നീചം നിപ്പുണ്ട്, ചൊവ്വ ശനി കൺജക്ഷൻ ഉണ്ട്. അപ്പം നമുക്ക് ഇതിനകത്ത് തന്നെയല്ല ഈ ജനറലി ഈ ചിങ്ങ ലഗ്നം ചിങ്ങ രാശി പൊതുവെ ഒരു ബോഡി ഹീറ്റ് കൂടുതലുള്ള ആൾക്കാരും കൂടെയാണ്. 1, 2, 3 പ്രാവശ്യം ചിലപ്പോൾ കുളിക്കുവർ, ചൂട് കൂടുതലായിരിക്കാം. എല്ലാവർക്കും ഒന്നുമില്ല, പൊതുവെ ജനറൽ നോക്കിയാൽ അങ്ങനെ ആയിരിക്കാം വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് പിന്നെ ഹെൽത്ത് വൈസ് ജനറലി ഈ ഇത് കാരണം റെഡ് എനർജിക് ഹൗസുകൾ, റെഡ് എനർജിക് പ്ലാനറ്റുകൾ, റെഡ് എനർജിക് സ്റ്റോൺസ് എല്ലാം നമുക്ക് ഹെൽത്തിനെയാണ് പ്രതിദാനം ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നിന്നാൽ നമുക്ക് ഹെൽത്തി ആയിരിക്കും പൊതുവെ. എന്നാൽ 6ാമത്തെ ഹൗസ് വളരെ ഇമ്പോർട്ടൻ്റ്. 6ാമത്തെ ഹൗസ് റോങ് പ്ലാനറ്റ്സ് വന്നാൽ ഇയാൾ എന്ത് ലഗ്നമാണെന്ന് പറഞ്ഞാലും അതിനകത്തുനിന്ന് കുറച്ച് സഫർ ചെയ്തേ പറ്റത്തുള്ളൂ. കുറച്ച് ചേഞ്ചസ് കാര്യങ്ങൾ ഉണ്ടാവും. ചിങ്ങ ലഗ്നം നമുക്ക് എപ്പോഴും ഒരുപോലെ ഇരിക്കുമെന്നോട് ചോദിച്ചിരുന്നല്ലോ. ഇല്ല, വ്യാഴദശ പുള്ളിക്ക് മോശമായിരുന്നു. ലയബിലിറ്റീസും വന്ന് കയറും. കാരണം 6th ഹൗസ് നമുക്ക് ഒരു സിക്നസ് മാത്രമല്ല തരുന്നത്, ഡെബിറ്റ്സ് കൊണ്ടിരുന്ന ഒരു കടബാധ്യതകൾ കയറി വരും. പക്ഷേ ശനിയുടെ പീരീഡ്, വ്യാഴദശ കഴിഞ്ഞ് ശനിയുടെ പീരീഡ് വന്നപ്പം അതൊക്കെ മേക്കപ്പ് ചെയ്ത് പോകും. അതാണ് ഓരോ സൈന്, ഓരോ ഗ്രഹങ്ങൾ, അവരുടെ ക്യാരക്ടർ, അവർ നിൽക്കുന്ന പൊസിഷൻ ഒക്കെയാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് വരുന്നത്. ഇപ്പോൾ ചിങ്ങ ലഗ്നമാണ്, 6th ഹൗസിൽ സൂര്യനും ശനിയാണെങ്കിലും നമുക്ക് ശാരീരിക അസ്വസ്ഥതകളാണ് കൂടുതൽ വരുന്നത്. ചിങ്ങ ലഗ്നമാണ്, ചിങ്ങ ലഗ്നത്തിന് 2nd ഹൗസിൽ സൂര്യനും ശനിയും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ കേസ് വരണമെന്നില്ല, കോടതി കയറണമെന്നില്ല. എന്നാലും നമുക്ക് സൂര്യദശാകാലത്തോ ആ ശനിദശാകാലത്തോ ഒക്കെ നമുക്ക് അതിൻ്റെ വക്ക് വരെ വരാം. ഡിഫറൻസ് ഇൻ ഒപ്പീനിയൻ കൂടുതലും കയറി വരാം ആ ഒരു ടൈമിൽ. അപ്പോൾ അതാണ് ആ കാലഘട്ടങ്ങളും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റാണ്. ഗ്രഹനിലകളിലുള്ള എല്ലാ പൊസിഷൻസും ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റാണ്. പിന്നെ ഏത് ഗ്രഹസ്ഥിതിയും നമ്മൾ ഒറ്റ നോട്ടത്തിൽ നല്ലതാണെന്ന് പറഞ്ഞാലും ഇതിനകത്ത് ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ലഗ്നത്തിൻ്റെയും ബാക്കപ്പ് നന്നായിട്ടില്ലെങ്കിൽ ഏത് നല്ല പ്ലാനറ്ററി പൊസിഷനിലാണെങ്കിലും അത് ഫുള്ളായിട്ട് കിട്ടത്തില്ല. ഇപ്പോൾ ഒരാൾക്ക് ശുക്രദശ അത് വളരെ നന്നായിട്ട് വരും, ശുക്രൻ നല്ല പൊസിഷനിലാണ് നിൽക്കുന്നതെങ്കിലും സൂര്യനും ചന്ദ്രനും ഒക്കെ റോങ് സൈഡിൽ നെഗറ്റീവായിട്ട് നിൽക്കുന്നു. ലഗ്നത്തിന് ബലവും ഇല്ലെങ്കിൽ അതിൻ്റെ ഫുൾ ക്രീം കിട്ടത്തില്ല. സാറേ ശുക്രദശയാന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞ് നന്നാവുമെന്നാണ് പറഞ്ഞത്. ഒരിക്കലും എനിക്ക് പഴയ പോലെ തന്നെ നിൽക്കുന്നത് ചിലരോട് പറയുമല്ലോ, പരാതി പറയുമല്ലോ. അപ്പോൾ നോക്കുമ്പോൾ സൂര്യൻ തുലാമാസി ജനിച്ചു, വൃശ്ചികക്കൂറ് ജനിച്ചു, അപ്പോൾ ചന്ദ്രൻ പോയി. തുലാമാസം ജനിച്ചപ്പോൾ സൂര്യന് ഇത് ഫലമില്ല, സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇല്ല, ലഗ്നാധിപൻ ആറിപ്പോയി നിൽക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ. അത് അയാളുടെ ഒരു ഡെസ്റ്റിനി അത്. അല്ലാതെ ദശാകാലത്തിനെയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ. ഇപ്പോൾ സാറ് പറയുകയുണ്ട ഈ സിംഹലഗ്നക്കാർക്ക് പൊതുവേ കുറച്ച് ബോഡി ഹീറ്റ് കൂടിയ ഒരു നേച്ചറായിരിക്കും സാറ് പറഞ്ഞു. അതുകൊണ്ടാണോ സാറ് ഈ നമ്മൾ പറഞ്ഞ ആ ചാർട്ടിലെ വ്യക്തിക്ക് സാറ് റൂബി കൊടുക്കാറില്ല? അതും അല്ലല്ല, പുള്ളിയെ സംബന്ധിച്ചാൽ അതല്ല. ഈ 6th ഹൗസ് നല്ലൊരു ഹൗസ് അല്ല. അതിനകത്ത് ഈ ലഗ്നാധിപൻ തന്നെയുള്ള സൂര്യനാണെങ്കിൽ പോലും
നമുക്ക് ലഗ്നത്തിന് എന്ന ഒരു ബലം വേണം തന്നെ. അതിനാ ചെറിയൊരു സെമി പ്രീഷ്യസ് ആയിട്ടുള്ള ഗാർനെറ്റ് ഞാൻ കൊടുത്തത്. അതായത് ഈ മാണിക്യത്തിന് പകരം ഉപയോഗിക്കുന്നതാണ്. അത് നമ്മൾ മാണിക്യത്തിനുള്ള ഒരു ഗാർനെറ്റിനുള്ള ഒരു ചെറിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗാർനെറ്റും ഗോമേതവും കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയിക്കുന്നില്ല. ഇപ്പം നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ആൾ പറയുക, സാർ ഞാൻ ഗോമേതം ധരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നോക്കിയാൽ കിട്ടത്തില്ല. അത് മേടിച്ച് ലെൻസ് അടിക്കുക, ടോർച്ച് അടിക്കുകയോ ചെയ്താൽ ഗാർനെറ്റാണ് ചുമക്കും. കാരണം സൂര്യൻ്റെ കല്ലാണല്ലോ, ചുമല കളർ വരും. ഗോമേതകത്തിന് അത് വരത്തില്ല. കണ്ടാൽ ഒരേപോലെ ഇരിക്കുന്നത് ഏകദേശം ഒരു ഹണി കളർ, ഒരു ബ്രൗണിഷ് കളറാണ് ഗോമേതകത്തിന് വരിക. സൂര്യൻ്റെ ഒരുപാട് ഉപരത്നങ്ങളുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് പറയാം. സൂര്യൻ്റെ സൺസ്റ്റോൺ സൂര്യൻ്റെ ആണ്, റൂബി ലൈറ്റ്, റെഡ് സ്പിനൽ, ഇതൊക്കെ ഈ റൂബിക്ക് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, റെഡ് ടർമലൈൻ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രത്നങ്ങളാണ്. കൂട്ടി വായിച്ച് കൊണ്ടുപോകുന്ന കാര്യങ്ങളാണത്. അപ്പോൾ നമുക്ക് ഒരു ലഗ്നത്തെ ആസ്പദമാക്കിയിട്ടോ അല്ലെങ്കിൽ ജനിച്ച സോഡിയാക് സൈനിനെ ആസ്പദമാക്കിയിട്ടോ ഒന്നും അല്ല രത്നങ്ങൾ ധരിക്കേണ്ടത്. അത് കൃത്യമായിട്ട് നമ്മൾ അവരവരുടെ ചാർട്ട് വിശകലനം ചെയ്ത് തീർച്ചയായും ദശാകാലങ്ങളനുസരിച്ചിട്ടോ അല്ല, ഇന്ന ദശാകാലം ഇന്ന കല്ല്, ആ ദശയുടെ കല്ല്, അതും ഭയങ്കര റോങ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പം രത്നങ്ങളും ഗ്രഹങ്ങളും എല്ലാം പരസ്പരം ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഒരു ഗ്രഹം ഒരു കാര്യം മാത്രമല്ല, പല കാര്യങ്ങളിനകത്ത് ഇൻവോൾവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു കല്ല് ധരിക്കുമ്പോൾ ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഒരു ദശാകാലം കടത്തിവിടാനുള്ളൊരു പാലമല്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു മൾട്ടി വൈറ്റമിൻ പോലെയാണ്. അതിനെന്തായാലും എല്ലാ രത്നങ്ങൾക്കും ഒരു ഹെൽത്ത് തരാനുള്ള ഒരു ഘടകം കൂടെ അതിനകത്തുണ്ട്. ഉണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡ് രത്നങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ഈ സിംഹലഗ്നത്തെ കുറിച്ചുള്ള വിവരങ്ങൾ കൊണ്ട് ധാരാളം കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. സാറ് പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, റൂബിയുടെ ഉപരത്നമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സൺസ്റ്റോൺ. അപ്പോൾ ആ ഒരു രത്നത്തെക്കുറിച്ചൊക്കെ നമുക്ക് കൂടുതൽ അറിയണം. അടുത്തൊരു എപ്പിസോഡിലേക്ക് നമുക്ക് ആ ഒരു വിവരങ്ങൾ ഉൾപ്പെടുത്താം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. നമസ്കാരം.